King Alfred, a topic in the first module of British literature. King Alfred, or Alfred the Great, his lifespan is between 871 and 901. He was a West Saxon king and often compared to Charlemagne or Charles the Great, the king of France, or the first recognized emperor to rule from Western Europe since the fall of the Western Roman Empire. During his reign, the Saxons has their golden age. It is considered that അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു കാലഘട്ടമാണ് സാക്സൺസിന്റെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത്. He promoted learning and literacy, compilation of Anglo-Saxon chronicle that began during his reign in 890. ഇപ്പോൾ 890 ഇയറിൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ആംഗ്ലോ-സാക്സൺ ക്രോണിക്കിൾ കമ്പൈൽ ചെയ്യാൻ വേണ്ടി തുടങ്ങിയത്. He was a genius and his many-sided talents benefited his people. He was a warrior, administrator, and also a scholar. He succeeded his brother Ethelred first in 871. 871 AD-ൽ എത്തിൽറെഡ് ഫസ്റ്റ്, അദ്ദേഹത്തിന്റെ ബ്രദർ ആയിട്ടുള്ള എത്തിൽറെഡ് ഫസ്റ്റിന് ശേഷം വരുന്ന രാജാവായിരുന്നു കിങ് ആൽഫ്രഡ്. ഹി വാസ് എ കിങ് ഓഫ് വെസെക്സ് ആൻഡ് ഡിഫെൻഡഡ് ദ ഡാനിഷ് ഇൻവേഷൻ. In 878, Danes were defeated in the battle at Edington. 878-ൽ എഡിങ്ടൺ ബാറ്റിലിൽ ഡെയിൻസിനെ അദ്ദേഹം കീഴ്പ്പെടുത്തി. ബൈ ദ ട്രീറ്റി ഓഫ് വെഡ്മാർ, പീസ്ഫുൾ കോഎക്സിസ്റ്റൻസ് കെയിം ബിറ്റ്വീൻ സാക്സൺസ് ആൻഡ് ഡെയിൻസ്. അപ്പം അത്രയും നാൾ സാക്സൺസും ഡെയിൻസും വളരെ ശത്രുക്കളായി കഴിഞ്ഞിരുന്നു എങ്കിൽ തന്നെയും ഈ ഒരു ബാറ്റിൽ ഓഫ് എഡിങ്ടൺ 878-ലെ ബാറ്റിൽ ഓഫ് എഡിങ്ടണിൽ കിങ് ആൽഫ്രഡ് ഡെയിൻസിനെ തോൽപ്പിച്ച ഇതിനുശേഷം ട്രീറ്റി ഓഫ് വെഡ്മോറിൽ രണ്ടുപേരും വളരെ സമാധാനത്തോടുകൂടി ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ അദ്ദേഹം ട്രീറ്റി ഓഫ് വെഡ്മോറിൽ മുന്നോട്ട് വയ്ക്കുകയും പിന്നീട് അത് അതേപടി അനുസരിച്ച് പോവുകയാണ് ചെയ്തത്. ദിസ് ട്രീറ്റി കണ്ടിന്യൂഡ് ഈവൻ ആഫ്റ്റർ the death of King Alfred. He took several measures to promote the welfare of his people. By the terms of the treaty, Danes embraced the religion of Alfred. അപ്പോൾ ഈ ഒരു കിങ് ആൽഫ്രഡിന്റെ നിബന്ധന പ്രകാരം ട്രീറ്റി ഓഫ് വെഡ്മോറിൽ വളരെ തോറ്റുപോയിട്ടും വളരെ സമാധാനത്തോടുകൂടി സാക്സൺസിന്റെ കൂടെ ജീവിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ, സമാധാനപൂർവമായിട്ട് ജീവിക്കാം എന്നുള്ളൊരു കണ്ടീഷൻ കിങ് ആൽഫ്രഡ് മുന്നോട്ട് വെച്ചപ്പോൾ അവർ തിരിച്ച് കിങ് ആൽഫ്രഡിന് കൊടുത്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ കിങ് ആൽഫ്രഡിന്റെ റിലിജിയൻ, അത് ക്രിസ്ത്യാനിറ്റി ആയിരുന്നു, അത് സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു. ആൻഡ് ഓൾസോ ദ കിങ് ഗുത്രം വാസ് ബാപ്റ്റൈസ്ഡ്. ഡാനിഷ് കിങ് ആയിട്ടുള്ള ഗുത്രമും ക്രിസ്ത്യനൈസ് ചെയ്യപ്പെടുകയാണ് ഈ ട്രീറ്റി ഓഫ് വെഡ്മോറിന് ശേഷം സംഭവിച്ചത്. കിങ് ആൽഫ്രഡ് ഒരു ദീർഘദർശിയായിട്ടുള്ള ഒരു രാജാവായിരുന്നു. ഹി വാസ് എ ഫാർ സൈറ്റഡ് റൂളർ. ഹി ഫോർസൈറ്റഡ് ദ അറ്റാക്ക് ഓഫ് വിക്കിങ്സ് ആൻഡ് മെയ്ഡ് എ നമ്പർ ഓഫ് മിലിറ്ററി റിഫോംസ്. അപ്പോൾ വൈക്കിങ്സ് ഈ ഒരു സാക്സൺ ഡാനിഷ് കമ്മ്യൂണിറ്റി അറ്റാക്ക് ചെയ്യും എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ വാട്ട് ഹി ഡിഡ് വാസ് ഹി റിഫോംഡ് ഹിസ് military, he increased the number. He organized the field or militia in a new way and made efficient. അപ്പോൾ മിലീഷ്യ, അദ്ദേഹത്തിൻ്റെ മിലിറ്ററി അല്ലെങ്കിൽ ഫിഡ് എന്ന പേരിൽ അറിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ മിലിറ്ററിയെ വളരെ നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യുകയും ആൻഡ് ഹി ഫോർട്ടിഫൈഡ് പോസ്റ്റ് വെയർ എസ്റ്റാബ്ലിഷ് ഓൺ ദ ഡാനിഷ് ഫ്രണ്ടിയേഴ്സ് ടു ഗാർഡ് അഗാൻസ്റ്റ് നോർവീജിയൻ റൈഡേഴ്സ്. അതേപോലെ തന്നെ നോർവീജിയൻ അറ്റാക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡാനിഷ് ഫ്രണ്ടിയേഴ്സിൽ അദ്ദേഹം ഒരുപാട് മിലിറ്ററി പോസ്റ്റുകൾ സ്ഥാപിക്കുകയും റോയൽ നേവി വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ കൺട്രി ഫോർ ദ ഫസ്റ്റ് ടൈം. രാജ്യത്തിന് ആദ്യമായിട്ട് ഒരു റോയൽ നേവി അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്യുകയും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. He was a great educator. He tried to educate his people. അദ്ദേഹം പഠിക്കുകയും എഴുതുകയും മിലിറ്ററി വികസിപ്പിക്കുകയും മാത്രം ചെയ്തല്ല അദ്ദേഹം. അങ്ങനെയൊരു രാജാവായിരുന്നില്ല അദ്ദേഹം. അതിലുപരിയായിട്ട്
he also tried to educate his people too. അദ്ദേഹത്തിന്റെ ജനങ്ങളെ കൂടി അദ്ദേഹം പഠിപ്പിക്കാനായിട്ട് മുൻകൈയെടുത്തു. He sought to nurture the mental life of his people. Schools were set up and monasteries were restored. ഒരുപാട് സ്കൂളുകളും മൊനാസ്ട്രികളൊക്കെ റീസ്റ്റോർ ചെയ്യുകയും scholars were brought from abroad to teach. ജനങ്ങളെ പഠിപ്പിക്കാനായിട്ട് പുറം രാജ്യങ്ങളിൽ നിന്നൊക്കെ അദ്ദേഹം ഒരുപാട് സ്കോളേഴ്സിനെ രാജ്യത്തേക്ക് കൊണ്ടുവരികയും എൻകറേജ്ഡ് ബോത്ത് നോബിൾസ് ആൻഡ് കോമണേഴ്സ് ടു ഗെറ്റ് എഡ്യൂക്കേറ്റഡ്. നോബിൾ മെന്നെ മാത്രമല്ല എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം മുൻകൈ എടുത്തത്, സാധാരണക്കാരെയും പഠിപ്പിക്കാനും അത്തരം കാര്യങ്ങളിലും അദ്ദേഹം മുൻകൈ എടുത്ത് അതിനുള്ള ഒരുപാട് ഇനിഷ്യേറ്റീവ്സ് അദ്ദേഹം ചെയ്യുകയുണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ. To facilitate the education of his people, he translated several works from Latin. ലാറ്റിനിൽ നിന്ന് ഒരുപാട് ടെക്സ്റ്റുകൾ വർക്കുകൾ അദ്ദേഹം ഓൾഡ് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. He translated the pastoral care of Pope Gregory the Great, History of the World by Orosius, Ecclesiastical History of the English People by Bede. He adapted or modified the philosophy of Boethius. The most famous Anglo-Saxon chronicle was began to be written during his reign. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ആംഗ്ലോ-സാക്സൺ ക്രോണിക്കിൾ കമ്പൈൽ ചെയ്യാനും എഴുതാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് വിച്ച് ഇസ് റെസ്പോൺസിബിൾ, ഹീ ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ ഇംഗ്ലീഷ് പ്രോസ്. He and also this particular Anglo-Saxon chronicle is responsible for the English prose. And Anglo-Saxon chronicle is the first vernacular history in the Indo-European ലാൻഡ്. നാട്ടുഭാഷയിലുള്ള ഇംഗ്ലീഷ് നാട്ടുഭാഷയിൽ ലാറ്റിനോ ഗ്രീക്കോ അല്ലാത്ത സാധാരണ ഭാഷയിലുള്ള ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റാണ് ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ എന്നറിയപ്പെടുന്നത്. ആൻഡ് വിച്ച് ഈസ് കൺസിഡേർഡ് ആസ് ദ ചീഫ് സോഴ്സ് ഫോർ ദ ആംഗ്ലോ സാക്സൺസ്. ആംഗ്ലോ സാക്സൺസിൻ്റെ കുറിച്ചുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള എവിഡൻസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, വിവരങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ ആംഗ്ലോ സാക്സൺ ക്രോണിക്കിൾ വളരെയധികം ഹിസ്റ്റോറിയൻസ് റിലൈ ചെയ്തൊരു ടെക്സ്റ്റാണ്. Alfred the Great was a wonderful king. He was exactly a great king. That's why we call him Alfred the Great. But he was he drew up wonderful very efficient laws, and he drew up the laws and he also enacted it, but it did not reach the prestige of Draken or Solomon or Manu or Moses in their wisdom or the guidance of their people and the rules of these kings or rulers. He secured all means to secure good government for his country. That means Alfred the Great secured all means to secure good government for his country. He revised and codified the laws of the land. Special care was taken to enforce these laws efficiently. That is all about Alfred the Great or King Alfred. Thank you for today. Thank you so much.